ഫ്രാൻസിലെ ടൂർസ് അതിരൂപതയ്ക്ക് കീഴിലുള്ള 3 കത്തോലിക്ക പള്ളികളിൽ അക്രമികൾ അതിക്രമം നടത്തി. ചാംബ്രോസ്, ലെസ് ടൂർസ്, ലൂയിൻസ്, ടൂർസ് തുടങ്ങിയ പള്ളികളിൽ സമീപ ദിവസങ്ങളിൽ അക്രമികൾ അതിക്രമിച്ചു കയറുകയും ആക്രമണങ്ങൾ നടത്തുകയുമായിരുന്നു. സംഭവത്തിൽ അതിരൂപതയും പ്രാദേശിക ഭരണകൂടവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അക്രമികൾ പള്ളികളുടെ വാതിലുകൾ ബലം പ്രയോഗിച്ച് തകർക്കുകയും നേർച്ചപ്പെട്ടികൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ വസ്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തുകയും വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന സക്രാരി ബലമായി തുറന്ന് അശുദ്ധമാക്കുകയും ചെയ്തു. ചാംബ്രോ ലെസ് ടൂർസ് മേയർ മൈക്കിൾ ലാമി സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പവിത്രമായ വസ്തുക്കൾ തറയിൽ വലിച്ചെറിയുകയും അക്രമികൾ മോശമായി പെരുമാറുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. കത്തോലിക്ക സമൂഹത്തിന് ഏറെ വേദനാജനകമായ ഈ സംഭവങ്ങൾ സമൂഹത്തിലെ അക്രമവാസനയുടെ ആഴമാണ് വ്യക്തമാക്കുന്നതെന്ന് അതിരൂപതയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. അശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ പരിഹാരമായി പ്രത്യേക വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് അധികാരികൾ അറിയിച്ചു. 2024 നവംബറിലും ടൂർസ് അതിരൂപതയിലെ 4 പള്ളികളിൽ സമാനമായ രീതിയിൽ അതിക്രമങ്ങൾ നടന്നിരുന്നു. സഭയോടും സഭ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളോടുമുള്ള വെറുപ്പാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് ടൂർസ് ആർച്ച് ബിഷപ്പ് വിൻസെന്റ് ജോർഡി അന്ന് വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ വിശ്വാസങ്ങൾ എന്തായാലും ആരാധനാലയങ്ങളോടുള്ള ബഹുമാനം അടിസ്ഥാന മൂല്യമാണെന്ന് നഗരസഭയും സഭാ അധികാരികളും സമൂഹത്തെ ഓർമ്മിപ്പിച്ചു.